കമ്മ്യൂണിക്കേഷനൊന്നും വന്നിട്ടില്ല. ഹിന്ദു അവേക്കനിങ്ങിന് വേണ്ടി തന്നെയാണ്. എന്താ സംശയം? അതായത് ഈ മാമാങ്കം എന്ന് പറയുന്ന വാക്ക് തന്നെ നമ്മൾ ഇന്ന് അംഗം എന്ന് പറയുന്ന വാക്കുമായിട്ടൊരു ബന്ധവും ഇല്ലാത്തതാണ്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൽ വെടിക്കെട്ട് അപകടം നടക്കുന്നുണ്ട് പല സമയത്തും. അതുകൊണ്ട് വെടിക്കെട്ട് അപകടം അല്ല തൃശ്ശൂർ പൂരം. ഈ കുംഭമേളയുടെ ആശയം അവതരിപ്പിക്കുമ്പോഴും അത് തുടങ്ങുന്ന സമയത്തും പോലും കേരളത്തിൽ ഇങ്ങനെയൊരു വിജയിക്കുമോ എന്ന് വളരെ സംശയമുണ്ടായിരുന്നു. പക്ഷെ അതൊരു വലിയ വിജയമായി. അതിനെക്കുറിച്ചിട്ട് എങ്ങനെയാണ് കാണുന്നത്? വിജയിക്കുമോ എന്ന് സംശയം ഉണ്ടായിരുന്നില്ല. അതായത് ഇത് 3 വർഷത്തിനുള്ളിൽ നടക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. 2028 ഇത് എല്ലാവരും ശ്രദ്ധിക്കുന്ന പണ്ട് എങ്ങനെയാണോ മാഘം അന്നത്തെ കാലത്ത് ഉള്ള പ്രൗഢിയോടുകൂടി നടന്നിരുന്നത്, അതേ അവസ്ഥയിൽ 12 വർഷത്തിൻ്റെ സമയം. ഇവിടെ സിംഹസ്ഥയാണ് നിളയെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളത്. വ്യാഴം സിംഹരാശിയിൽ വരുന്ന സമയം, ആ മാഘം. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും അത് ഭാരതത്തിലെ ആസ്തികമായിട്ടുള്ള ആളുകളെല്ലാവരും അറിയുന്നൊരവസ്ഥയിലെത്തും എന്നുള്ള ഒരു സങ്കല്പം നമുക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു 3 വർഷം കൊണ്ട് പ്രതീക്ഷിച്ചത് 3 ദിവസം കൊണ്ട് ജനങ്ങളതിനെ ഏറ്റെടുത്തു എന്നുള്ളതാണ്. സ്വാമിജി, ഇത് മഹാമാഘത്തിനെ പറ്റി, അതിൻ്റെ ഹിസ്റ്ററിയെ പറ്റി പലതരത്തിലുള്ള തർക്കങ്ങൾ പറയുന്നുണ്ട്. ലേറ്റസ്റ്റ് ഇപ്പോൾ കേട്ടത് മഹാ അംഗമായിരുന്നു, അതിനെയാണ് മാമാങ്കം എന്ന് വെച്ചാൽ ഒരു വാർ ഫെസ്റ്റിവൽ ആയിരുന്നു, അതിൽ അല്ലാത്തതിന് രേഖകളില്ല എന്നാണ് പറയുന്നത്. പക്ഷേ മറ്റു ചിലർ, ജയരാജ് മിത്രജിയെ പോലെയുള്ള അവർ പറയുന്നത് പണ്ട് ഒരു താങ്കളും പറയുന്നത് പോലെ ഒരു വാഗ്വാദത്തിനും ഫിലോസഫിക്കൽ ചിന്തകൾക്കുമൊക്കെ ഉള്ളൊരു വേദിയായിരുന്നു എന്ന്. ഏതാണ് ഇതിൽ ശരി? അതായത് ഈ മാമാങ്കം എന്ന് പറയുന്ന വാക്ക് തന്നെ നമ്മൾ ഇന്ന് അംഗം എന്ന് പറയുന്ന വാക്കുമായിട്ടൊരു ബന്ധവും ഇല്ലാത്തതാണ്. മഹാമാഘം അല്ലെങ്കിൽ മഹാമകം, മാഘത്തിൻ്റെ മലയാളമാണ് മകം. എന്തുകൊണ്ടാണ് ശകവർഷത്തിൽ മാസങ്ങൾക്ക് പേരിടുന്നതെന്ന് ചോദിച്ചാൽ, പഴയ കാലത്ത് പൂർണിമ വന്നിരുന്ന നക്ഷത്രങ്ങളുടെ പേരാണ് ആ മാസത്തിന് വരിക. അപ്പം മകം നക്ഷത്രത്തിലാണ് പഴയ കാലത്ത് ഈ മാസത്തെ പൗർണമി വരാറ്. അപ്പോൾ ആ മാസത്തെ മാഘം എന്ന് വിളിച്ചു. പൂയം വരുന്ന പൗഷ്യം എന്ന് പറയുന്നത് തൊട്ട് മുമ്പത്തെ പൗഷ മാസം. അപ്പം അങ്ങനെ ആ രീതിയിലാണ് മാസങ്ങൾക്ക് പേര് വരുന്നത്. അപ്പോൾ ആ വൈശിഷ്ട്യമാർന്ന ആചരണം ഭാരതത്തിൽ മുഴുവനായിട്ടുള്ളതാണ്. മാഘമാസത്തിൽ ഏറ്റവും വിശേഷമായിട്ടുള്ളത് പ്രയാഗ്രാജിലാണ്. പ്രയാഗ്രാജിൽ എല്ലാ വർഷവും തുടർച്ചയായി ഏതാണ്ട് 18 കോടി ആളുകളോ മറ്റോ ആണ് ഇപ്പോൾ ഇതുവരെ മാഘത്തിന് സ്നാനം കഴിഞ്ഞത്. അത് ഏതാണ്ടൊരു 75 ലക്ഷത്തോളം ആളുകൾ അവിടെ സ്ഥിരമായി താമസിച്ച് കൽപ്പവാസം ചെയ്യുന്നുണ്ട്. 2 തരത്തിൽ മാഘം പരമ്പരകളായിട്ട് കണക്കാക്കും. ഒന്നുകിൽ പൂർണിമ തൊട്ട് പൂർണിമ വരെ പൂർണിമാന്തം എന്ന് പറയും, അല്ലെങ്കിൽ അമാവാസി തൊട്ട് അമാവാസി വരെ അമാന്തം എന്ന് പറയും. അപ്പോൾ ഈ മാഘം എന്ന് പറയുന്ന ആചരണം പൗരാണിക കാലം മുതൽ മുഴുവൻ ഭാരതത്തിലുള്ളതാണ്. പൂർണ്ണമായിട്ടും അതൊരു മാസക്കാലത്ത് പൂർണ്ണമായിട്ടും നടക്കുന്നത് പ്രയാഗ്രാജിലും തിരുനാവായിലുമായിരുന്നു. ഇപ്പോൾ ഈ അംഗം എന്ന് പറയുന്ന ഇന്നത്തെ കാലത്തുണ്ടായിരുന്ന സാമൂതിരിപ്പാടും വള്ളുവക്കോനാതിരിയും തമ്മിലുള്ളൊരു യുദ്ധം വരുന്നത് വളരെ റീസെൻറ്റ് ഹിസ്റ്ററിയിലാണ്. അപ്പം അതിനു മുമ്പ് വള്ളുവക്കോനാതിരി മാഘം നടത്തിയിരുന്നു. വള്ളുവക്കോനാതിരിയിൽ നിന്നാണ് സാമൂതിരിപ്പാട് പിടിച്ചെടുക്കുന്നത്. അപ്പോൾ തൊട്ടാണ് ഈ യുദ്ധം വരുന്നത്. അതിനു മുമ്പ് ഈ മഹാമാഘം അല്ലെങ്കിൽ മഹാമകം ഇത് ലോപിച്ചിട്ടാണ് മാമാങ്കമാകുന്നത്. ഇപ്പോൾ ഋഷിനാഗക്കുളമാണ് എറണാകുളമായത്. അപ്പം അങ്ങനെ നമുക്ക് പലപ്പോഴും വാക്കുകളുടെ ഒരു ശബ്ദശാസ്ത്രത്തെക്കുറിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയില്ല. ഇപ്പോൾ വളരെ ലളിതമായി പറഞ്ഞാൽ ഞായർ പടിയുന്ന ഇടമാണ് പടിഞ്ഞാറ് എന്ന് അറിഞ്ഞുകൂടാ. വര എന്ന് പറഞ്ഞാൽ മല എന്നാണ് അർത്ഥം. വരയാടിൻ്റെ മേത്ത് വരയില്ലല്ലോ എന്നാണ് നമ്മുടെ ആകുലത. അത് താഴ്വരയാണ്, ആ വരയാണ് മലയാണ്, മലയിൽ ആടാണ് വരയാട്. അപ്പം അങ്ങനെ ഓരോ വാക്കുകൾ വരുന്നതിനൊരു ശബ്ദശാസ്ത്രമുണ്ട്. അപ്പോൾ ഈ മാമാങ്കം വരുന്നത് ഋഷിനാഗക്കുളം എറണാകുളം ആയതുപോലെ മഹാമാഘം മഹാമകം ഇത് രണ്ടും പറഞ്ഞ് ലോപിച്ചാണ് മാമാങ്കം എന്ന് പറയുന്നത്. അപ്പോൾ വള്ളുവക്കോനാതിരി നടത്തിയിരുന്നു. വള്ളുവക്കോനാതിരിക്ക് മുമ്പ് പെരുമ്പടപ്പ് സ്വരൂപം ഇന്നത്തെ കൊച്ചി രാജാവ് നടത്തിയിരുന്നു. അതിനു മുമ്പ് പെരുമാക്കന്മാർ, ഇതൊക്കെ ഇളംകുളം കുഞ്ഞമ്പിള്ളയും കൃഷ്ണയ്യരെയും പോലെയുള്ള ചരിത്രകാരന്മാർ വിശദമായിട്ട് എഴുതിയിരുന്നതാണ്. തിരുനാവായ മാഘത്തിലാണ് കേരളത്തിലെ ചക്രവർത്തിമാരുടെ തെരഞ്ഞെടുപ്പ്. 12 വർഷം കഴിയുമ്പോൾ അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ് വാനപ്രസ്ഥത്തിന് പോകും. 12 വർഷത്തെ മാഘം നടത്തുക അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ഓരോ രാജാക്കന്മാരും ഓരോ വർഷവും വന്നിട്ട് അവിടുത്തെ വിദ്വത്സഭയുടെ മുമ്പിൽ ധർമാചാര്യന്മാരുടെ മുമ്പിൽ ഓല വായിക്കും. ഞാൻ 1 വർഷത്തെ പ്രവർത്തനം തൊട്ട്
അടുത്ത വർഷത്തേക്കുള്ള ധർമ്മോപദേശം തേടും. അപ്പോൾ ഇതൊക്കെ നടന്നു വരുന്നതായിട്ട് കേരളത്തിലെ തന്നെ ചരിത്രകാരന്മാർ, വില്യം ലോഗൻ്റെ മലബാർ മാനുവലിലുണ്ട്. ഇപ്പോൾ സാമൂതിരി തന്നെ ആ സമയത്ത് ഇത് പിടിച്ചെടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ വരുമ്പോൾ അദ്ദേഹം അതിന് ഈ സമയത്ത് നിളയിൽ ഗംഗയാണ് എന്നുള്ള പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഇതിൻ്റെ ഈ വള്ളുവക്കോനാതിരിൽ നിന്ന് പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ വളരെ റീസെൻറ്റ് ഹിസ്റ്ററിയിലാണ് ഈ അവിടുത്തെ ഒരു യുദ്ധം നടക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് തന്നെ. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൽ വെടിക്കെട്ടപകടം നടക്കുന്നുണ്ട് പല സമയത്തും. അതുകൊണ്ട് വെടിക്കെട്ടപകടമല്ല തൃശ്ശൂർ പൂരം, അല്ലെങ്കിൽ അവിടെ പൂരം എക്സിബിഷൻ നടക്കുന്നുണ്ട്, ആ എക്സിബിഷനല്ല തൃശ്ശൂർ പൂരം. അതൊക്കെ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാകുന്ന ചില സംഭവങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ആണ്. അപ്പോൾ അതുപോലെ മാഘത്തിൽ മഹാമാഘം ലോപിച്ചുണ്ടായ വാക്കാണ് മാമാങ്കം. ഇപ്പോൾ പരഹിതം എന്ന് പറയുന്ന കാലഗണനയെ സംബന്ധിച്ചിട്ടുള്ള ഒരു സിദ്ധാന്തമുണ്ട്. അപ്പോൾ പരഹിതത്തിൻ്റെ പ്രാമാണികമാകുന്നത് മാഘത്തിലെ വിദ്വത്സഭ ചർച്ച ചെയ്തിട്ടാണ്. ഒരുപാട് കേരളത്തിലെ പ്രാചീനമായിട്ടുള്ള ഗണിത ഗ്രന്ഥങ്ങൾ, വൈദിക ഗ്രന്ഥങ്ങൾ, ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള നിഗമനങ്ങൾ, ഇതെല്ലാം മാഘത്തിലെ വിദ്വത്സഭ ചർച്ച ചെയ്ത് പ്രമാണിക്കപ്പെട്ടത് എന്നുള്ള പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ മുഴുവൻ അല്ലെങ്കിൽ ഭാരതത്തിൽ മുഴുവൻ അതിനെ മുന്നോട്ട് പോകുന്നത്. അപ്പം അത്രയൊക്കെ ഇത് കേരളത്തിൻ്റെ പഴയകാല ചരിത്ര പുസ്തകങ്ങളിലും ശാസ്ത്രഗ്രന്ഥങ്ങളിലും ഒക്കെ ഉള്ള കാര്യം തന്നെയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഇത് റിവൈവ് ചെയ്യാനായിട്ടുള്ള ആ ഒരു അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എവിടെ നിന്നായിരുന്നു? കാരണം ആരൊക്കെ കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇത് തീരുമാനം വരുന്നത്, എങ്ങനെ നമുക്ക് നടത്തണം എന്നുള്ളത്? ഇതിന് സ്വാതന്ത്ര്യത്തിന് ശേഷം, അതായത് 260-70 വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഇത്. ബ്രിട്ടീഷ് ഭരണകാലത്താണ് ടിപ്പുവിൻ്റെ ആക്രമണവും എല്ലാം കൂടി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് നിർത്തലാക്കപ്പെടുന്നത്. വൈദേശികമായിട്ടുള്ള ആക്രമണങ്ങളും അധിനിവേശ ഭരണകൂടവും എല്ലാം ചേർന്നു. ആ നിർത്തലാക്കപ്പെട്ട സ്വാതന്ത്ര്യം വരെ അത് അങ്ങനെ തന്നെ തുടർന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം നിരവധി ശ്രമങ്ങൾ 60കളിലും 70കളിലുമൊക്കെ ഇതിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി പല ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തിരുവിതാംകൂർ അടക്കമുള്ള രാജാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അവർ ഏതോ ഒരു പ്രശ്നവിചാരത്തെയൊക്കെ തുറന്ന് 1-2 വർഷം വന്ന ഓല വായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചടങ്ങ് എന്നുള്ള നിലയിൽ ചെയ്തിരുന്നു. അങ്ങനെ പല പരിശ്രമങ്ങൾ പലതരത്തിൽ. ഇപ്പോൾ പി പരമേശ്വർജിയെ പോലുള്ള ആളുകൾ അതിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. അവസാനം ഒരു വർഷം ഉണ്ടാവും, 2 വർഷം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ അത് മുടങ്ങും, തുടർച്ചയുണ്ടാവില്ല. 2016 മുതലാണ് പ്രദേശമായിട്ടുള്ള കുറച്ച് പേര് ചേർന്ന്, അത് അവിടുത്തെ തിരുനാവായയിലെ മേൽശാന്തിയുടെ ഒരു ഗണപതി ഹോമവും ഒരു നിളാപൂജയും അത്രമാത്രമേ അന്ന് നടന്നിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ അന്ന് തൊട്ട് തുടർച്ചയായിട്ട് എന്ന് പറയുന്ന രീതിയിൽ, എന്നാലും 1-2 കൊല്ലം മുടക്കമൊക്കെ ഉണ്ടായി, കോവിഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട്. പക്ഷെ എന്നാലും തുടർച്ചയായിട്ട് ഈ നിളാപൂജയും ചെറിയ പൂജകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു വരുന്നുണ്ട്. പക്ഷെ അവരറിയാതെ തന്നെ ഈ 2016 എന്ന് പറയുന്നത് നിളയെ സംബന്ധിച്ച് 12 വർഷം കൂടുമ്പോൾ ഉള്ള മഹത്തരമായിട്ടുള്ള സിംഹസ്ഥിയായിരുന്നു. അവർക്കത് അറിയണ്ടായിരുന്നില്ല, അവരറിഞ്ഞിട്ടല്ല തുടങ്ങിയത്. പക്ഷേ സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വന്ന് 2016 ഈ അടുത്ത കാലത്ത് തുടർച്ചയായുള്ള ഇത് നിളാപൂജ ആരംഭിച്ചു എന്ന് പറയാം. അപ്പോൾ അവിടുത്തെ പ്രാദേശികമായിട്ട് ഇത് നടത്തുന്ന ആളുകളാണ് ഈ കാര്യത്തിൽ സന്യാസിമാരുടെ കുറച്ചുകൂടി ഒരു ഇൻവോൾവ്മെൻറ്റ്. അപ്പോൾ അവർ സന്യാസി സംഘമൊക്കെ നടത്താറുണ്ട്. പക്ഷേ അതിൻ്റെ സംഘാടനത്തിലും ഒരു ഇൻവോൾവ്മെൻ്റ് ആവശ്യമാണ്. ഉത്തര ഭാരതത്തിൽ നിന്നുള്ള കുറച്ച് സന്യാസിമാരെയൊക്കെ കൂടി പങ്കെടുപ്പിക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മളുടെ അടുത്ത് ഈ കാര്യങ്ങൾ വന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ വന്ന് പറയുന്ന സമയത്ത് അതിലിടപെടുമ്പോഴാണ് ഇത് വിശിഷ്ടമായിട്ടുള്ള പ്രയാഗ്രാജിലെ വിശിഷ്ടമായിട്ടുള്ള മാഘം തന്നെയാണ് ഇവിടെയും പൗരാണികമായി ആചരിച്ചു വന്നിരുന്നതെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ സ്വാമിജിയായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് എന്നാണ് ഇവർ വന്ന് സ്വാമിജിയെ കാണുന്നത് കുംഭമേളയൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള, അതായത് ഞാൻ കേരളത്തിൽ വരുന്നത് മാർച്ച് മാസത്തിലൊക്കെയാണ്, ഒരു ഏപ്രിൽ മെയ് സമയത്തൊക്കെയാണ് ആദ്യമായിട്ട് ഇതൊന്ന് സംസാരിക്കുന്നത്. അത് പല കാര്യങ്ങളും പല ആളുകളും സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സംസാരിച്ചു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ നവംബറിൽ വീണ്ടും ഇവർ ഈ കാര്യം ഇത് അടുത്ത ജനുവരിയിലാണ് അത് നടത്തണം എന്നുള്ള രീതിയിൽ അത് ക്ഷണിക്കാൻ കൂടി വേണ്ടി വന്നതാണ്. അതിനു വേണ്ടി കാര്യങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിനിങ്ങനൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ പ്രാധാന്യത്തെ ജനങ്ങളെ അറിയിക്കുക, ആ മാഘത്തിൻ്റെ ചിട്ടകളിലേക്ക് ഇതിനെ ഒന്ന് ക്രമീകരിക്കുക, ഇതാണ് ഈ വർഷം ചിന്തിച്ചിരുന്നത്. ഈ 2 വർഷത്തെ ഒരു പ്ലാനിങ് കൊണ്ട് തന്നെ ഇത്ര വലിയൊരു ഫെസ്റ്റിവൽ നടത്താനായിട്ട് സാധിച്ചു എന്നാണ് പറയുന്നത്. 2 മാസത്തെ പ്ലാനിംഗ് ഒന്നും പറയാൻ പറ്റില്ല. നവംബർ 23-നോ മറ്റോ ആണ് ഇതിൻ്റെ ഒരു ആലോചനാ യോഗം ചേരുന്നത്. ഉടനെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായി.
ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ ഒന്നുകിൽ അവർ സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ ഭാര്യ സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ അമ്മ സ്ഥാനാർത്ഥിയാണ് എന്നുള്ള അവസ്ഥയിലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഡിസംബർ 20-നാണ് ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഡിസംബർ 20-ന് കടക്കുമ്പോൾ പോലും പ്രയാഗിൽ ജനുവരി 3-ന് മാഘം തുടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഒരു 3 ആഴ്ചത്തെ ഒരു ആലോചനയും തയ്യാറെടുപ്പുമാണ് ഇതിന് പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഈ ഒരു രീതിയിലേക്കൊരു വളർച്ചയ്ക്ക് ഉണ്ടായിരുന്നത് ഒരാഴ്ച തൊട്ടൊരു 10 ദിവസം വരെയുള്ള തയ്യാറെടുപ്പ്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച പറ്റിയതായിട്ട് തോന്നുന്നുണ്ടോ? ഈ തുടക്കത്തിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, പാലം പണിയായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതെന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ആ കാര്യത്തിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പല്ല. ഇപ്പം നമ്മളിത് തുടങ്ങുമ്പോൾ ഈ 2028 ഇത് വിപുലമായിട്ട് വരും എന്നുള്ളൊരു ധാരണ കൊണ്ട് അതിന് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനങ്ങളെയൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ആലോചനാ യോഗം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ, അതായത് നമ്മളെ ഇതിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷണിക്കാനും സംസാരിക്കാനും ഒക്കെ ഒരു നവംബർ ആദ്യഘട്ടത്തിൽ ഇവർ വന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു അപേക്ഷകളും കാര്യങ്ങളും കളക്ടർക്ക് കൊടുത്തിടും. കാരണം ഗവൺമെൻറ് തലത്തിൽ അങ്ങനെ ഒരു സംവിധാനം തുടക്കത്തിലേ ഉണ്ടായാൽ അത് ഭാവിയിലെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കും. ഇത്തവണ നമുക്കൊന്നും ആവശ്യം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ 28-ലേക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ കണക്കാക്കിക്കൊണ്ടുള്ള അപേക്ഷകളൊക്കെ കളക്ടറേറ്റിലൊക്കെ കൊടുക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ പൗരനുള്ളൊരു കാര്യം, ഈ കാര്യം സർക്കാരിനെ അറിയിക്കാനും ആ അറിയിക്കുന്നതനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യർത്ഥന നടത്താനുമാണ്. അവരെ കൊണ്ട് അത് ചെയ്യിക്കാനുള്ള അധികാരമൊന്നും നമുക്കില്ല. അപ്പോൾ അത് നമ്മൾ വളരെ നേരത്തെ തന്നെ ചെയ്തിരുന്നു. ചർച്ചകളൊക്കെ നടന്നിരുന്നു ഇങ്ങനെ ഇതിന്റെ ഒരു സ്കെയിൽ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കുന്ന ഒരു ചർച്ചകളോ ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടോ അല്ലെങ്കിൽ അല്ല, ചർച്ചകൾ എന്ന് പറയുന്നത് ഇത് ഈ സ്കെയിലിലേക്ക് വരുന്ന നമുക്ക് ആർക്കും അറിയില്ല. ഇപ്പം ജനുവരി ഈ അവസാന ദിവസങ്ങളായിട്ടുള്ള 3-4 ദിവസം ഉണ്ടാകുന്ന ഒരു ക്രൗഡിനെ കുറിച്ച് അതിൻ്റെ തലേ ദിവസം പോലും നമുക്കറിയില്ല. അത് കുംഭത്തിൻ്റെ ഒക്കെയാണ്. നമ്മൾ പ്രയാഗ്രാജ് കുംഭിലാണെങ്കിലും കണക്കാക്കിയിരുന്നത് 40 കോടി ജനങ്ങളാണ്, പക്ഷെ വന്നു പോയത് 65 കോടി ജനങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ, വളർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകളൊക്കെ അപ്പം തന്നെ നടന്നിരുന്നു. RDOൻ്റെ ആഭിമുഖ്യത്തിലൊരു മീറ്റിംഗ് ഇരുന്നിരുന്നു. അതിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ചുമതല നിശ്ചയിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം വന്നിരുന്നു. അതൊക്കെ വന്നിരുന്നു. പക്ഷെ അതിന് ശേഷം ഇത് ഒരു വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ടാകും എന്നുള്ള രീതിയിൽ ഈ സാമൂഹിക അന്തരീക്ഷം മാറുന്നത് സ്വാഭാവികമായിട്ട് ഇൻ്റലിജൻസ് സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ജില്ലാ ഭരണകൂടം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. ആ തിരിച്ചറിഞ്ഞ രീതിയിൽ അവിടെയുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒരു കേസുണ്ട്, പ്രശ്നമുണ്ട് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പൊതുവിൽ ആളുകൾ, സാമാന്യമായിട്ടുള്ള ജനങ്ങൾ വരാൻ പഠിച്ചേക്കാം എന്നുള്ള രീതിയിലുള്ള ആലോചനകൾ കൊണ്ടൊക്കെ ആവാം ഇങ്ങനെ ഒരു അടിസ്ഥാനവുമില്ലാത്തൊരു കാര്യം. ഇപ്പോൾ സ്റ്റോപ്പ് മെമ്മോ പാലത്തിനും അവിടെയുള്ള, അതായത് തിരുനാവായ മണപ്പുറത്താണ് മാഘം നടന്നിരുന്നത്. പഴയ ചരിത്രങ്ങളിലൊക്കെ അറിയാം, മണപ്പുറമാണ് മാഘം നടന്നിരുന്നത്. അതാണ് ബ്രഹ്മദേവൻ്റെ യജ്ഞഭൂമി, അതാണ് രാജരാജേശ്വരിയുടെ ആരൂഢം ഈ മണപ്പുറമാണ്. അപ്പോൾ ആ മണപ്പുറത്ത് ഇത്തരം കാര്യങ്ങൾ നടത്തുന്നതിനും ഈ പാലം പണിയുന്നതിനുമൊക്കെ ഒരു സ്റ്റോപ്പ് മെമ്മോ. ഇപ്പോൾ പാലം എന്ന് പറയുന്നത് എല്ലാ വർഷവും അവിടെ പണിയുന്നതാണ്. സർവോദയമേള അവിടെ നടക്കുന്നതാണ്. കേളപ്പജിയുടെ സമാധിസ്ഥാനമാണ്. അവിടെ ഈ ഖാദിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേള എല്ലാ വർഷവും ഇപ്പോൾ ഫെബ്രുവരി ഇതങ്ങോട്ട് കഴിഞ്ഞാൽ അവിടെ തുടങ്ങുകയാണ്. അത്ര വലിയ ആളുകളൊന്നുമില്ല, ഒരു 4000-5000 പേരൊക്കെ വരാറുള്ളൂ. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഈ പാലം അവിടെ എല്ലാ വർഷവും പണിയുന്നതാണ്. അവിടെ പുതിയൊരു കാര്യമല്ല. പിന്നെ കേരളത്തിലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പം ചെറുകോൽപ്പുഴ കൺവെൻഷൻ നടക്കുന്നത്, ആലുവയിലുള്ള ഇപ്പം അത് പെർമനൻറ്റ് പാലമാക്കി, പക്ഷേ ആലുവ മണപ്പുറത്തേക്കുള്ള താൽക്കാലിക പാലം. പിന്നെ ഇവിടെ കുറ്റിപ്പുറത്ത് തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് കൃത്യമായിട്ട് സംഘടനകൾ അറിയില്ല, പക്ഷേ മുസ്ലിം സംഘടനകളുടെയൊക്കെ ഒരുപാട് യോഗങ്ങൾ ഈ കുറ്റിപ്പുറം തൊട്ട് തിരുനാവായ വരെയുള്ള ആ മണപ്പുറം പ്രദേശങ്ങളിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അടക്കം നടക്കുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള സംവിധാനങ്ങൾ അവിടെ സ്വാഭാവികമായിട്ടുള്ളതാണ്, ഒന്നും പുതുതായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതിൽ ഇത് വെറുതെ ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുക, അങ്ങനെ പ്രശ്നമുള്ളൊരു അന്തരീക്ഷമാണ് എന്ന് പറയുന്നൊരു വാർത്ത വന്ന് സാമാന്യ ജനത്തെ, ഒരു ഹൈന്ദവബോധം സ്വമേധയുള്ള ആളുകൾ എന്തായാലും വരും, പക്ഷെ അതല്ലാത്ത ആളുകൾ വരുന്നതിനെ തടയുക എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാവാം എന്ന് തോന്നുന്നു ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് അത്തരൊരു സമീപനം ഉണ്ടായത്. ഈ തടയുക എന്ന് പറഞ്ഞല്ലോ, അപ്പം അതിൻ്റെ പർപ്പസ് എന്തായിരിക്കും? എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങോട്ട് വരണ്ട എന്ന് ഒരു തീരുമാനിക്കുന്നത്? അത് അവരോട് ചോദിക്കണം. നമ്മൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായിട്ട്, അതായത് ഗവൺമെന്റിന്റെ
ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിച്ചു? ദേവസ്വം മന്ത്രിയെ നമ്മൾ നേരിട്ട് കണ്ടിരുന്നു. ദേവസ്വം മന്ത്രി ഇതിൻ്റെ രക്ഷാധികാരിയാവാൻ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം രക്ഷാധികാരിയാവാമെന്ന് സമ്മതിച്ചിരുന്നു. ഞാൻ തന്നെയാണ് പേഴ്സണലി ഞാൻ നേരിട്ട് കണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലായിരുന്നു കണ്ടിരുന്നത്. ഈ അദ്ദേഹത്തിൻ്റെ ഒരു സൗകര്യം നോക്കി നമുക്ക് ഡേറ്റ് നിശ്ചയിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം മാഘം ഒരു കൃത്യമായിട്ടുള്ള തീയതി ഉള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒഴിവ് നോക്കി ഏതെങ്കിലും ഒരു ദിവസം എത്താമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഔദ്യോഗികമായി ബന്ധപ്പെടുന്നത് ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ് എന്നുള്ളതുകൊണ്ട് മറ്റുള്ള രീതിയിലുള്ള കാഴ്ചകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. രക്ഷാധികാരിയാവാന്ന് അതെ 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 അത് കഴിഞ്ഞിട്ടുള്ള ഇൻവോൾവ്മെന്റ് അല്ല, അത് കഴിഞ്ഞിട്ട് ഇപ്പം അതിനകത്ത് പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ഇൻവോൾവ്മെൻ്റ് എടുത്തില്ല. നമുക്കാണെങ്കിലും നമ്മളിത് അങ്ങനെ ഒരു ഇൻവോൾവ്മെൻറ്റിൻ്റെ വേറൊരു തരത്തിലുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ആവശ്യം എന്നുള്ളത് നമ്മളും ചിന്തിച്ചിട്ടില്ല. അല്ല, പൊതുവെ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ എത്രത്തോളമായിരുന്നു സപ്പോർട്ട്? ബിക്കോസ് തമിഴ്നാട് ഗവൺമെന്റ് ഇതിനെ ഒപ്പോസ് ചെയ്തു എന്ന് കേട്ടു. കേരളത്തിലെ ഗവൺമെന്റ് ഒരു ലൂക്ക് വാം അപ്രോച്ച് ആയിരുന്നു എന്ന് കേട്ടു. പക്ഷേ ഇത് സക്സസ് ആവാൻ തുടങ്ങുന്ന ആ സമയം മുതൽ എൻഡ് വരെ എന്തായിരുന്നു ഗവൺമെന്റിന്റെ സപ്പോർട്ട്സ്? അവിടെ സർക്കാർ പ്രതിനിധികൾ ആരും എത്തിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അല്ല, അത് ഏത് സ്ഥലത്ത് ഇത്രയും വലിയൊരു ക്രൗഡ് വരുന്ന സമയത്ത് KSRTC ബസ്, അതിപ്പോൾ അതിൽ നിന്നൊരു വരുമാനമുള്ളത് പരമാവധി ഉപയോഗിക്കുക. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷേ അറിവനുസരിച്ചും മീഡിയ റിപ്പോർട്ടുകൾ അനുസരിച്ചും ഒക്കെ 200ഓളം സർവീസുകളാണ് KSRTC സ്പെഷ്യൽ സർവീസായിട്ട് ഇതിനു വേണ്ടി നടത്തിയിരുന്നത്. അപ്പോൾ ഇതിൽ നിന്നുള്ളൊരു വരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളയേണ്ട കാര്യമില്ല എന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ളൊരിതുണ്ടായിരുന്നു. ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ളൊരു ക്രൗഡ് വന്നു കഴിഞ്ഞാലും അവിടെ ഫോഴ്സ് ഉണ്ടാവേണ്ടത് മസ്റ്റാണ്. അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമീപനമാണ് ഈ മാഘം നടത്തുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ DYSP ജോൺസൺ എന്ന് പറയുന്ന ഒരു DYSP CI ആയിട്ടുള്ളൊരു വിഷ്ണു, അവിടുത്തെ ലോക്കൽ CI, ഇവർ രണ്ടുപേരുടെ നേതൃത്വത്തിലാണ് മുഴുവൻ ഫോഴ്സും അവിടെ പ്രവർത്തിച്ചത്. അവർ ഇതിനോട് വളരെ നല്ല രീതിയിൽ ഒരു സമീപനം, ഇത് നടക്കണം, ഭംഗിയായി നടക്കണം എന്ന് പറയുന്ന മനോഭാവം അത് ഫോഴ്സിന് പൊതുവിലുണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതിയിലാണ് ആളുകളോട് പെരുമാറിയത്. വളരെ ഭംഗിയായി ഇത് നടത്തി വിജയിപ്പിക്കണം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള നിലയിലാണ് അവിടെ ഫീൽഡിലുണ്ടായിരുന്ന പോലീസ് പെരുമാറിയിരുന്നത്. അപ്പോഴും അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്ത് നിന്ന് ദിവസവും വൈകിട്ട് നമുക്ക് നോട്ടീസുകൾ കിട്ടിയിരുന്നു. എല്ലാ ദിവസവും നമ്മൾ ഒന്നര പുറത്തിൽ കവിയാതെ ഉന്നസിക്കുക എന്ന് പറയുന്നത് പോലെ പരീക്ഷയ്ക്ക് എഴുതുന്നത് പോലെ എഴുതി മറുപടി കൊടുക്കണം എന്നതായിരുന്നു. ഹൈക്കോടതിയിൽ എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കണം, സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറയുന്ന പെറ്റീഷനുകൾ ഓരോ ദിവസവും ഭരണകൂടം അഡ്മിനിസ്ട്രേഷൻ മൂവ് ചെയ്തിരുന്നു. അതൊക്കെ അതിൻ്റെ പാരലലി ഉണ്ടായിരുന്നു. നമ്മൾ എന്താണ് എഴുതി കൊടുത്തത് എന്താണ് എഴുതി അവരിതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം നമുക്കാണെന്ന് പറഞ്ഞ് എഴുതി തരും. നമ്മളിതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങൾക്കാണെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കും. എല്ലാ ദിവസവും അതൊരു ചടങ്ങായിരുന്നു. മാഘത്തിന് പൊതുവിൽ പുറത്തു പറയാത്തൊരു ചടങ്ങായിരുന്നു അത്. വാസവ മിനിസ്റ്ററിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, MLA ആണെങ്കിലും MP ആണെങ്കിലും വേറെ ഏത് രാഷ്ട്രീയ പാർട്ടികളിലെ അംഗങ്ങളാണെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള സഹകരണം ഇതിലുണ്ടായിട്ടുണ്ടോ? ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾ അവിടുത്തെ അത് ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ നമുക്ക് സ്പെഷ്യൽ ട്രെയിൻ അനുവദിക്കുന്നതിന് പഴയ ഗവർണറായിരുന്നിട്ടുള്ള കുമ്മനം രാജശേഖരൻ, പിന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർജി, അവരൊക്കെ വളരെ സജീവമായിട്ട് ആ കാര്യങ്ങളിൽ നമ്മളെ സഹായിച്ചിരുന്നു. BJPയുടെ ഒരുവിധ പല നേതൃത്വ തലത്തിലുള്ള ആളുകളും മാഘത്തിന് സ്നാനം ചെയ്യാനും മാഘത്തിൽ പങ്കെടുക്കാനുമൊക്കെ അവിടെ എത്തിയിരുന്നു. മറ്റുള്ള പാർട്ടികളുടെ കോൺഗ്രസിൻ്റെ പ്രാദേശിക തലത്തിലുള്ള ചില ലീഡേഴ്സൊക്കെ അവിടെ വന്നിരുന്നതായിട്ട് അങ്ങനെ പരിചയപ്പെട്ടതായിട്ടുള്ളൊരു ഇതുണ്ട്. പ്രധാനപ്പെട്ട ആളുകളാരും എത്തിച്ചേർന്നതായിട്ട് കണ്ടിട്ടില്ല. പൊതുവേ ആദ്യം നടത്താനായിട്ട് ആ ഒരു പ്രപ്പോസൽ വന്നിരുന്നില്ല. അതപ്പോൾ ഇവിടെ നിന്നുള്ള ഈ സന്യാസി സമൂഹത്തിന് മാത്രമാണോ, അല്ല ഈ സംഘപരിവാറിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ബോഡീസിനോ അതിൽ വല്ല ഇതുണ്ടായിരുന്നു, റോൾ ഉണ്ടായിരുന്നു? കുംഭമേളകൾ നടത്തുന്ന ജൂൻ അഖാഡ അമൃതാനന്ദമയി മഠം അമ്മ അതിൻ്റെ മുഖ്യ രക്ഷാധികാരിയാണ്. അപ്പം അമ്മയുടെ ഒരു ആശീർവാദത്തോട് കൂടിയിട്ട് അഖാഡയുടെ സന്യാസിമാരുടെ ഒരു നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ സന്യാസിമാരും എല്ലാ ധാർമ്മിക ആചാര്യന്മാരും ചേർന്ന് നടത്തുക എന്നുള്ള ഒരു സംഗതി തന്നെയായിരുന്നു. അല്ല, ആദ്യം വന്ന ഒരു റിക്വസ്റ്റ് വന്നു എന്ന് പറഞ്ഞില്ല, അവിടെ വന്ന് കണ്ടിരുന്നു. ഇവിടെ ക്ഷേത്രത്തിലെ മേൽശാന്തിയും എക്സിക്യൂട്ടീവ് കോവിലകത്തിൻ്റെ കോട്ടക്കൽ കോവിലകത്തിൻ്റെ സാമൂതിരി കോവിലകവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കോട്ടക്കൽ കോവിലകത്തിൻ്റെ ദിലീപ് രാജ എന്ന് പറയുന്ന അതിൻ്റെ രാജപ്രതിനിധിയും ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസറും അവരാണ് വന്നിരുന്നത്. ഇവിടുത്തെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് പൊതുവെ ഒരു വളരെ സംശയദൃഷ്ടിയോടെയാണ് ഇതിനെ കണ്ടത് എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇതൊരു ഹിന്ദു എവേക്കനിങ്ങിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന ഒരു ഇതാണെന്ന ഉള്ളൊരു സംശയം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായിരുന്നു. ആ രീതിയിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നമ്മുടെ അടുത്ത് വന്നിരുന്നോ? അല്ല, കമ്മ്യൂണിക്കേഷനൊന്നും വന്നിട്ടില്ല. ഹിന്ദു അവേക്കനിങ്ങിന് വേണ്ടി തന്നെയാണ്
എന്താ സംശയം? അങ്ങനെ ഒരു അവേക്കനിങ്ങിന്റെ ആവശ്യം ധർമ്മജാഗരണം കേരളത്തിൽ വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? കേരളത്തിൽ നിന്നുള്ളതല്ല, ലോകത്തെമ്പാടും വേണ്ടതാണ്. കാരണം സനാതനധർമ്മം ഈ പ്രപഞ്ചത്തിൻ്റെ ധർമ്മമാണ്. ഈ ധർമ്മത്തിൽ നിന്ന് സമാജം വഴിതെറ്റി പോകുന്നത് കൊണ്ടാണ്, വഴിമാറി പോകുന്നത് കൊണ്ടാണ് ഇന്ന് കാണുന്ന അശാന്തിയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സനാതനധർമ്മം ലോകത്തിന്റെ ധർമ്മമാണ്, അത് എങ്ങനെയെന്നൊന്ന് എക്സ്പ്ലെയിൻ. അതായത് സനാതനധർമ്മം, സനാതനം എന്ന വാക്ക് തന്നെ നശിക്കാത്തത്. അപ്പോൾ നശിക്കാത്ത എന്തെന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചത്തിൻ്റെ ധർമ്മമാണ്. നമ്മളെപ്പോഴും നമ്മുടെ ദേവതാ സങ്കല്പം അത് പരമമായി സമർപ്പിക്കുന്നത് പ്രകൃതിക്കാണ്, പ്രകൃതിയുടെ ഇച്ഛയ്ക്കനുസരിച്ച്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് രാമകൃഷ്ണ മഠത്തിൻ്റെ ആശ്രമത്തിലാണ്. അപ്പം ബംഗാളിലൊരു കീർത്തനമുണ്ട്, ഷോക്കോളി മായി തുമാരി ഇച്ഛ. പ്രകൃതി അമ്മയോടുള്ള പ്രാർത്ഥനയാണ്. അമ്മ എല്ലാം നിൻ്റെ ഇച്ഛയനുസരിച്ച് നടക്കുന്നു, തുച്ഛരായ മനുഷ്യർ ഇതൊക്കെ ഞങ്ങൾ ചെയ്തു എന്ന് അഹങ്കരിക്കുന്നു എന്നാണ്. അപ്പോൾ ആ പ്രകൃതിയുടെ ധർമ്മത്തിനനുസരിച്ച് ഈ പ്രകൃതിയിൽ നിന്ന് നമ്മൾ അകന്നകന്ന് പോകുമ്പോഴാണ്, പ്രപഞ്ചധർമ്മത്തിൽ നിന്ന് നമ്മൾ അകന്നകന്ന് പോകുമ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുക, അസ്വസ്ഥതകൾ ഉണ്ടാവുക. അതുമായിട്ട് എത്രത്തോളം നമ്മൾ ചേരുന്നു, എത്രത്തോളം ഒന്നാകുന്നു, ആ സമയത്ത് നമുക്ക് സുഖം ഉണ്ടാവും, ആനന്ദം ഉണ്ടാവും. അപ്പോൾ ആ സുഖത്തിലേക്ക്, ആനന്ദത്തിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ചെറുകോൽ ശുഭാനന്ദ ആശ്രമത്തിൽ നിന്നുള്ള ആചാര്യന്മാരും ശിഷ്യന്മാരും അവിടെ വന്ന് നിന്നിട്ട് ശുഭാനന്ദ ഗുരുദേവൻ്റെ കീർത്തനം പാടിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കീർത്തനമാണ് ആനന്ദം പരമാനന്ദമാണ് എൻ്റെ കുടുംബം. ഗുരുദേവൻ്റെ ഒരു വേദാന്ത ചിന്തകൾ വളരെ ലളിതമായിട്ടുള്ള ഗാനങ്ങളിലൂടെ, ഏറ്റവും ലളിതമായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന ഗാനങ്ങളിലൂടെയാണ് അവിടെ അവരുടെ അർച്ചനകൾ നടക്കാറ്. അപ്പോൾ അവിടെ മാഘത്തിന് അവരെല്ലാവരും കൂടി വന്ന് ആരാധന നടത്തി പങ്കെടുത്തിരുന്നു. അപ്പോൾ ആ ഒരു ആനന്ദത്തിലേക്ക് നമ്മുടെ സമാജത്തെ, പ്രകൃതിയെ എല്ലാ ലോകത്തെ നയിക്കണം എന്നുണ്ടെങ്കിൽ ധാർമ്മികമായിട്ടുള്ള മാർഗം അനിവാര്യമാണ്.